കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകി. ഉന്നത ഭരണഘടനാ പദവിയിലുള്ളവർ സുതാര്യമായി പ്രവർത്തിക്കുമെന്നും രാഷ്ട്രീയ വിവാദമുണ്ടാക്കാനാണ് ഹർജിക്കാരുടെ ശ്രമമെന്നും കേന്ദ്രം അറിയിച്ചു. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ശ്യാം, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഈ ആവശ്യത്തെ നിയമന നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തെ എതിർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വിശദീകരിക്കുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന്റെ കൊളീജിയത്തിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിരുന്നു. ഇത്തരമൊരു ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ബിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അടുത്ത സമയത്തായി നിയോഗിക്കുകയും ചെയ്തത്. ഈ നിയമനം സ്റ്റേ ചെയ്യണം എന്നാണ്, അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഇതിന്മേൽ കേന്ദ്ര സർക്കാരിനോട് നേരത്തെ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച വിശദീകരണം തേടിയിരുന്നു. ഇതിന്റെ മറുപടി സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്ന് നൽകുകയും ചെയ്തു. ഇതിൽ പറയുന്നത് ഈ നിയമന നിയമം സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. മാത്രമല്ല, ജുഡീഷ്യൽ അംഗമുണ്ടായാലേ കമ്മീഷൻ സ്വതന്ത്രമാകൂ എന്നില്ല. ഈ സാഹചര്യത്തിലാണ്, അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നടപടി ശരിയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഉന്നത ഭരണഘടനാ പദവിയിലുള്ളവർ സുതാര്യമായി പ്രവർത്തിക്കും എന്ന് വേണം നമ്മൾ വിശ്വസിക്കേണ്ടത്, അങ്ങനെയാണ് കരുതേണ്ടത്. അവരല്ലാതെ വഴിവിട്ട മറ്റേതെങ്കിലും രീതിയിൽ ദുസ്വാധീനങ്ങൾക്ക് വഴങ്ങും എന്ന് കരുതേണ്ടതില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കമ്മീഷണർമാരുടെ കാര്യക്ഷമതയിലും യോഗ്യതയിലും ഈ ഹർജിക്കാർക്ക് ആക്ഷേപമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തലസ്ഥാനത്ത് തുടരാനാകും. രാഷ്ട്രീയ വിവാദമുണ്ടാക്കാനാണ് ഹർജിക്കാരുടെ ശ്രമം എന്നുമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ഒപ്പം നിയമന കൊളീജിയം അംഗങ്ങൾക്ക് പട്ടിക തലേ ദിവസമാണ് നൽകിയതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവായ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത്. മാത്രമല്ല, നൽകിയത് 102 പേരുടെ വലിയൊരു ജംബോ പട്ടികയാണ് എന്ന ആക്ഷേപവും അധീർ രഞ്ജൻ ചൗധരി നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിലും കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നുണ്ട്. നിയമനം കൊളീജിയം അംഗങ്ങൾക്ക് ഈ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പട്ടികയിലുള്ളവരുടെ അത് സംബന്ധിച്ച പട്ടിക നൽകിയത് ഒരേ സമയമാണ് നൽകിയത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം അധീർ രഞ്ജൻ ചൗധരിയുമായിരുന്നു ഈ കൊളീജിയത്തിലുണ്ടായിരുന്നത്. ഇവർക്കെല്ലാവർക്കും പട്ടിക നൽകിയത് ഒരേ സമയമാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ കാലതാമസമില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. നിയമന കൊളീജിയം നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.